ഒരു കാലത്ത് മദ്യാസക്തിയായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് നിരവധി യുവത്വങ്ങളാണ് ജീവിതം വഴിതെറ്റിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാനായി പ്രയത്നിക്കുന്ന നിരവധി ചികിത്സാ കേന്ദ്രങ്ങളും കൗൺസിലിംഗ് സെന്ററുകളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിക്ക് അടിമകളായ യുവജനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സന്തുല സെന്റർ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായ ഫാദർ എഡ്വേർഡ് ജോർജ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഫാദർ നമസ്കാരം. നമസ്കാരം. ഫാദർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും വാർത്തകൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ കൊലപാതകങ്ങൾ. അപ്പോൾ ഫാദർ ഇപ്പോൾ വർഷങ്ങളായി ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിച്ച് വരികയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ. എങ്ങനെയാണ് ഇത്ര നാളത്തുള്ളൊരു എക്സ്പീരിയൻസും അവരെ ചികിത്സിച്ച ഒരു രീതി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് 23 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും ആദ്യകാലത്ത് ആൽക്കഹോളിസം ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും ആൽക്കഹോളിസം വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആൽക്കഹോൾ അഡിക്ഷൻ മാത്രമായിരുന്നു അന്നത്തെ അഡിക്ഷൻ്റെ ഏറ്റവും മേജർ ചങ്ക്. പിന്നെ ഒരു ലെസ് ദാൻ 10% മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ വരാറുണ്ടോ. അന്ന് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ്, അതുപോലെ ബ്രൗൺ ഷുഗർ, അങ്ങനെ കൊക്കൈൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച്, അല്ലെങ്കിൽ കഞ്ചാവ്, ഇങ്ങനെയുള്ള ഒരു കുറച്ച് ആളുകൾ ഇതിങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും പൂർണ്ണമായിട്ടും തന്നെ ഈ ആൽക്കഹോളിസത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഗ്രാജുവലി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ സിനാരിയോയിലൊരു വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ആൽക്കഹോളിസം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ വരുന്നത് മറ്റ് ഡ്രഗുകളാണ്. അതൊരു കാലത്ത് കഞ്ചാവായിരുന്നു വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം രാസലഹരികൾ എന്ന് പറയുന്ന പുതിയ സിന്തറ്റിക് ഡ്രഗുകൾ വലിയ അളവിൽ ആളുകളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസുമായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. 15 വർഷം മുമ്പ് കഞ്ചാവ് അടിച്ച് സൈക്യാട്രിക് ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ ശ്രദ്ധിച്ച് അവരൊരു 40 വയസ്സിന് മുകളിലേക്കുള്ള, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ യങ്ങസ്റ്റ്, ഏറ്റവും ഇളയ കഞ്ചാവിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമായിട്ട് വന്ന ആൾ 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ 12 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് രാസലഹരിയാണേലും കഞ്ചാവാണേലും ദുരുപയോഗം ചെയ്ത് പ്രശ്നങ്ങളായിട്ട് വരാറുള്ളത്. പലരും ചില ബിഹേവിയർ ചേഞ്ച് മാത്രമായിട്ടാണ് വരുന്നത്. എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞ് കൊണ്ടുവരും. പക്ഷെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഒന്നുമല്ലെങ്കിൽ രാസലഹരി, അല്ലെങ്കിൽ ഇതുപോലെ കഞ്ചാവ് അടിച്ചത് കൊണ്ടുണ്ടായ ബിഹേവിയർ ചേഞ്ചാണ് ഈ കുട്ടിക്കെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു വലിയ ഈ സിനാരിയോയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഡി അഡിക്ഷന് വേണ്ടിയിട്ട് പണ്ട് വന്നുകൊണ്ടിരുന്നതെല്ലാം ഒരു 40-45 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ ഇപ്പം കഞ്ചാവ്, സിന്തറ്റിക് ഡ്രഗൊക്കെ ആയിട്ട് 10 വയസ്സ് 11 വയസ്സ് മുതലുള്ള ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ആൽക്കഹോളിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു 20 വയസ്സോടുകൂടി പല ആളുകളും വരുന്നു. 15 വയസ്സിലും 16 വയസ്സിലും ഒക്കെയുള്ള പേഷ്യൻസ് ഡി അഡിക്ഷന് വളരെ അപൂർവമായിട്ട് വരാറുണ്ടെങ്കിലും പ്രധാനമായും ഈ അഡോളസൻ പ്രായത്തിലുള്ള കുട്ടികൾ വരുന്നത് സിന്തറ്റിക് ഡ്രഗോ അല്ലെങ്കിൽ കഞ്ചാവോ ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ്. മറ്റ് പണ്ടത്തെ ഇഞ്ചക്ഷനും ഒക്കെ വളരെ 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 അപൂർവമായിട്ട് ഇപ്പോൾ ലഭിക്കാറുള്ളൂ. ഇപ്പോൾ രാസലഹരിയുടെ പിന്നാലെയാണ് നമ്മുടെ യുവതലമുറ കൂടുതലും പോകുന്നത്. അതുപോലെ കഞ്ചാവിനെ പറ്റിയുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഒരു അവയർനെസ് തന്നെ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കഞ്ചാവിനോട് നല്ലൊരു വസ്തുവില്ല, അത് വളരെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സാധനമാണ്, നാച്ചുറൽ സാധനമായതുകൊണ്ട് ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമല്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉയർത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻസിലാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. സൗത്ത് ഇന്ത്യൻസിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ 92% ആളുകൾ വിത്തിൻ 3 ഇയേഴ്സ് സൈക്യാട്രിക് പ്രോബ്ലം ഡെവലപ്പ് ചെയ്ത് അതുമായിട്ടാണ് മിക്കവാറും കാണുന്നത്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു വാർഡ് തന്നെയുണ്ട്, 26 ബെഡിൻ്റെ ഒരു വാർഡ് തന്നെയുണ്ട്. ഈ കഞ്ചാവ് ഉപയോഗിച്ചതുകൊണ്ട് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചതുകൊണ്ട് സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടായ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതെല്ലാം നോക്കിയാൽ 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിക്കഴിഞ്ഞു. അത് പണ്ട് ഉണ്ടായിരുന്ന ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ഇപ്പോൾ ആവശ്യമുണ്ട്.
അവരോട് സംസാരിക്കുന്ന ഭാഷ പോലും വ്യത്യാസമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. അപ്പോൾ അതൊരു വലിയ ചേഞ്ചാണ് ഈ ഏരിയയിൽ.